നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ലെഗ് പീസ് റോസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 12ഓളം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 8 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച മസാല ഇട്ടെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, 2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, ഒരു ഇച്ചിരി കറിവേപ്പില. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വെള്ളുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലൊന്ന് ബ്രൗൺ കളറായി വന്നപ്പോൾ ഇതിലേക്കൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ മസാല ഇങ്ങനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാല തേച്ച് വെച്ച് ലെഗ് പീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മസാലയുടെ പാത്രത്തിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. തീ കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ നമ്മുടെ റോസ്റ്റ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെഗ് പീസ് റോസ്റ്റ് ഇവിടെ റെഡി കേട്ടോ. നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പിന്നെ ചോറിക്ക് വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഒരു 2-3 ഉള്ളിയും കൂടെ